ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. രാവിലെ തന്നെ രാധിക പൂജാമുറിയിലേക്ക് കയറിയിട്ട് വരികയാണ്. പരമേശ്വരനും പത്മിനിയും അവിടേക്ക് വരുമ്പോൾ രാധിക പൂജാമുറിയിൽ നിന്നും വന്നതാണ് കാണുന്നത്. രാധിക മോള് പൂജാമുറിയിൽ കയറിയിട്ടുണ്ടെങ്കിൽ അതൊരു അമ്പലമായി മാറിക്കാണും, ഞാനൊന്ന് തൊഴുതിട്ട് വരാം എന്ന് പറഞ്ഞ് പത്മിനിയും പരമേശ്വരനും പൂജാമുറിയിലേക്ക് പോകുന്നുണ്ട്. എന്നാൽ ആ കാഴ്ച കണ്ട് ഞെട്ടി നിൽക്കുകയാണ് രണ്ടുപേരും. എല്ലാം ഇപ്പോൾ തകർത്ത് നശിപ്പിച്ച് വാരിയിട്ടിരിക്കുന്നുണ്ട്. പൂക്കളെല്ലാം കൊഴിച്ചിട്ടിരിക്കുന്നു. ഇതെന്ത് പറ്റി, പൂജാമുറിയാണോ ഇങ്ങനെ കിടക്കുന്നത് എന്ന് പരമേശ്വരൻ ചോദിക്കുന്നു. ഞാനും അത് ആലോചിക്കുന്നത്, രാധിക മോൾ ഇപ്പോൾ പ്രാർത്ഥിച്ചിട്ട് പോയതല്ലേ ഉള്ളൂ എന്ന് പത്മിനി പറയുന്നുണ്ട്. അവിടേക്ക് പ്രിയങ്ക വന്നിരിക്കുകയാണ്. മോളെ, പൂജാമുറി എന്താ ഇങ്ങനെ കിടക്കുന്നത് എന്ന് ചോദിക്കുന്നു. ഞാനിപ്പോൾ എഴുന്നേറ്റ് വരുന്നതേ ഉള്ളൂ, മുത്തശ്ശി പൂജാമുറിയിലേക്ക് കയറി എന്ന് ചോദിക്കുന്നു. മുത്തശ്ശിയല്ല, രാധികയാണ് തൊഴുതിട്ട് പോയത് എന്ന് പരമേശ്വരൻ പറഞ്ഞു. രാധിക ചേച്ചി എന്ന് പറഞ്ഞ് രാധികയെ പ്രിയങ്ക വിളിക്കുന്നു. മുത്തശ്ശിയും വരുണുമാണ് അവിടേക്ക് വന്നിരിക്കുന്നത്. മുത്തശ്ശി ഇതേ അങ്ങോട്ട് നോക്കിയേ, പൂജാമുറി അലങ്കോലപ്പെടുത്തിയിട്ടിരിക്കുന്നത് കണ്ടോ എന്ന് പ്രിയങ്ക. രാധിക അവിടേക്ക് വന്നിട്ട് എന്താണെന്ന് ചോദിക്കുന്നു. ചേച്ചിയാണോ ഇപ്പോൾ പ്രാർത്ഥിച്ചിട്ട് പോയത് എന്ന് പ്രിയങ്ക ചോദിക്കുമ്പോൾ രാധിക പറയുന്നുണ്ട് അതെ എന്ന്. എന്നിട്ട് എന്താ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് എന്ന് പ്രിയങ്ക പറയുന്നുണ്ട്. രാധിക അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ ആ കാഴ്ച കണ്ട് ഞെട്ടി നിൽക്കുകയാണ്. വരുണനാണെങ്കിൽ കാര്യം മനസ്സിലായി. അപ്പോൾ നടന്ന സംഭവം പ്രിയങ്ക ഓർക്കുന്നുണ്ട്. രാധിക പോയതിൻ്റെ തൊട്ട് പിന്നാലെ പ്രിയങ്ക ആ പൂജാമുറിയിലേക്ക് വന്നിട്ട് പെട്ടെന്ന് തന്നെ ആ വിളക്കൊക്കെ അണച്ചിട്ട് വിളക്കം ഒക്കെ താഴേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് വിളക്കിലുള്ള ആ താളത്തിലുള്ള പൂവും അവിടേക്ക് വലിച്ചെറിയുന്നു. പിന്നെ എല്ലാം നശിപ്പിച്ച് ഇടുകയാണ് ചെയ്യുന്നത്. ഇനി പേരെടുക്കുന്നത് എനിക്കൊന്ന് കാണണമെന്നും പ്രിയങ്ക പറയുന്നുണ്ട്. ഇതെല്ലാം പ്രിയങ്ക പുഞ്ചിരിയോടെ ആലോചിക്കുന്നുണ്ട്. രാധിക പറയുന്നു, ഞാൻ പോകുമ്പോൾ പൂജാമുറി ഇങ്ങനെയല്ല എന്ന്. പ്രിയങ്ക പറയുന്നു, പിന്നെ അച്ഛനും അമ്മയും വൃത്തികേടാക്കിയതാണോ? രാധികയുടെ ഭക്തി നമുക്കെല്ലാവർക്കും അറിയാവുന്നതല്ലേ. രാധിക പൂജാമുറി എന്തായാലും ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് വരുൺ പറയുന്നു. അച്ഛാ, ഞാനിപ്പോൾ എല്ലാം വൃത്തിയാക്കി തരാം, അത് കഴിഞ്ഞിട്ട് തൊഴാമെന്ന് പ്രിയങ്ക പറയുന്നുണ്ട് അവരോട്. അങ്ങനെ പ്രിയങ്ക തന്നെ അതൊക്കെ വൃത്തിയാക്കി വെക്കുകയാണ്. എന്താ കുട്ടി, ഇത് കുറച്ചുകൂടി നല്ല രീതികൾ കുട്ടിയിൽ നിന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചതാണ് എന്ന് പരമേശ്വരൻ രാധികയോട് പറയുന്നുണ്ട്. രാധികയ്ക്ക് അവരോട് എന്ത് പറയണമെന്ന് അറിയില്ല. ദൈവത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന നിങ്ങളൊക്കെ എങ്ങനെയാണോ പെരുമാറേണ്ടത് എന്ന് പരമേശ്വരൻ പറയുമ്പോൾ പത്മിനി പറയുന്നുണ്ട്, നല്ലത് പറഞ്ഞ് നാവ് എടുത്തില്ല അതിനു മുന്നേ. അത്രയും പറഞ്ഞ് നിർത്തി. പ്രിയങ്ക ഇതൊക്കെ ശ്രദ്ധിക്കുന്നു. മതി, ഇത് വെറുതെ കാര്യമറിയാതെ ആരെയും കുറ്റപ്പെടുത്തണ്ടെന്ന് മുത്തശ്ശി. ഈ വീട്ടിൽ വേറെ ആളുകളുണ്ടല്ലോ, അവരാരെങ്കിലും ചെയ്തതാണോ എന്ന് അന്വേഷിച്ച് നോക്കിയേ. മോൾ അകത്തേക്ക് പോയിക്കോ എന്ന് പറഞ്ഞ് രാധിക അകത്തേക്ക് പറഞ്ഞു വിടുകയാണ് മുത്തശ്ശി. വിഷമത്തോടെ രാധിക പോകുന്നു. പ്രിയങ്ക മോള് ഇന്ന് വരെ പൂജാമുറി വൃത്തിയാക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, ഇന്ന് എന്താണ് അവ വിഷയിച്ച് ഇങ്ങനെ തോന്നാനെന്ന് മുത്തശ്ശി. അത് എന്താണോ മുത്തശ്ശി, വരുണിനെ ദൈവമായി കാണാനും വരുണിൻ്റെ കുടുംബത്തെ ശ്രീകോവിലായി കാണാനും മനസ്സുകൊണ്ട് ഞാൻ തീരുമാനിച്ചതാണ്. ഇനി ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തോളാമെന്ന് പ്രിയങ്ക. ഉള്ളത് പറയാലോ, പ്രിയങ്ക മോള് വന്ന് കയറിയതിൽ പിന്നെ ഇത്രയും പക്വതയുള്ള ഒരു മറുപടി ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. നന്നായി മോളെ എന്നും പ്രിയങ്ക പറയുന്നുണ്ട്. ഇനി അച്ഛൻ തൊഴുതോളൂ എന്ന് പറയുന്നു. അങ്ങനെ ഇപ്പോൾ രണ്ടുപേരും തൊഴുതു നിൽക്കുന്നു, അവരുടെ കൂടെ പ്രിയങ്കയും. ശേഷം കാണിക്കുന്നത് ശ്യാമയുടെ അരികിലേക്ക് ഇപ്പോൾ അമൃത വരികയാണ്. അമൃതയെ കണ്ടപാടെ ഐശ്വര്യ തന്നെയാണ് വാതിൽ തുറക്കുന്നത്. ഏട്ടത്തി എന്ന് പറഞ്ഞിങ്ങനെ കതക് തുറക്കുന്നു. അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. ശ്യാമയും അവിടേക്ക് വന്നു. ഏട്ടത്തി എന്ന് പറഞ്ഞ് രണ്ടുപേരും ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ്. അമൃതയോട് ഇപ്പോൾ വരാൻ പറഞ്ഞത് ശ്യാമ തന്നെയാണ്. കാരണം അശ്വതി ഇപ്പോൾ ഇവിടെയില്ല, കുഞ്ഞിൻ്റെ അടുത്താണ്. അമൃതയെടുത്തി വെറുതെ ബുദ്ധിമുട്ടിക്കണ്ടായിരുന്നു, ഞാനില്ലായിരുന്നോ ഇവിടെ എന്ന് ഐശ്വര്യ പറയുന്നു. എൻ്റെ കാര്യത്തിൽ ഐശ്വര്യയെടുത്തി കൂടുതൽ ബുദ്ധിമുട്ടുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് ശ്യാമ പറയുന്നുണ്ട്. എന്നിട്ട് അമൃതയും കൂട്ടി അകത്തേക്ക് പോവുകയാണ്. നിനക്ക് ഒഴിവുള്ളപ്പോൾ ഒന്ന് പറയണം, എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട് എന്ന് അമൃത ഐശ്വര്യയോട് പറഞ്ഞു. ശേഷം കാണിക്കുന്നത് പ്രിയങ്കയുടെ മുത്തശ്ശി ആ ജോത്സ്യനോട് പോയി തിരക്കിയ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പ്രിയങ്കയോട് ഫോണിൽ സംസാരിക്കുകയാണ്. മുത്തശ്ശി എന്താ ഈ പറയുന്നത്, വരുൺ ഇനിയൊരു താലികെട്ടിന് സമ്മതിക്കുമോ എന്ന് പ്രിയങ്ക ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, മോളെ അങ്ങനെയൊക്കെ നടക്കണം. അവിടെ ആ ക്ഷേത്രം മംഗല്യഭാഗ്യത്തിന് പേര് കേട്ടതാണ്. അവിടുത്തെ ആ നടയിൽ വെച്ച് വരുൺ നിന്റെ കഴുത്തിൽ താലി ചാർത്തുമ്പോൾ അതിന് സാക്ഷിയായി രാധികയും കൂടെ തന്നെ വേണമെന്ന് പറയുന്നു. കാര്യം നല്ലതായ പോലും ഞാൻ പറഞ്ഞു എന്ന കാര്യം കൊണ്ട് വരുൺ എന്തായാലും ഒരിക്കലും ഇതിന് സമ്മതിക്കില്ല എന്ന് പ്രിയങ്ക. നീ വരുണിനെ വിളിച്ച് ഫോൺ കൊടുക്ക്, കാര്യം ഞാൻ പറഞ്ഞോളാം എന്ന് മുത്തശ്ശി. അങ്ങനെ വരുണിനെ അവിടേക്ക് വിളിക്കുകയാണ് പ്രിയങ്ക. മുത്തശ്ശിയാണ് വരുണിനോട് മുത്തശ്ശിക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞ് ഫോൺ ഇപ്പോൾ വരുണിന് കൊടുത്തിരിക്കുകയാണ് പ്രിയങ്ക. മോനെ, മുത്തശ്ശിക്ക് നാളെ അമ്പലത്തിലൊരു നേർച്ചയുണ്ട്, മോൻ കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. അങ്ങനെ ആ ക്ഷേത്രത്തിന്റെ പേര് പറയുമ്പോൾ തന്നെ വരുൺ പറയുന്നു എനിക്ക് അറിയില്ലെന്ന്. പ്രിയങ്കയ്ക്ക് അറിയാം. നാളെ രണ്ടുപേരും മുത്തശ്ശിയോടൊപ്പം ആ ക്ഷേത്രത്തിലേക്ക് ഒന്ന് വരണമെന്ന് മുത്തശ്ശി. എനിക്ക് ഈ ക്ഷേത്രകാര്യങ്ങളിൽ വലിയ താല്പര്യമില്ലെന്ന് വരുൺ പറയുന്നു. പ്രിയങ്ക വരുന്നെങ്കിൽ കൊണ്ടുപോയിക്കോളൂ, എന്നെ പ്രതീക്ഷിക്കേണ്ട എന്ന് പറയുന്നുണ്ട്.
മോനെ അങ്ങനെ പറയരുത്. ഇനിയിപ്പോൾ ചിലപ്പോൾ ഇങ്ങനെയൊരു വഴിപാട് നടത്താൻ ഞാൻ ഉണ്ടാകുമോ എന്ന് അറിയില്ലല്ലോ. നേർച്ചകൾ ബാക്കിയിട്ടിട്ട് പരലോകത്തേക്ക് മടങ്ങാൻ വയ്യ. അങ്ങനെയുള്ള ഒരു ആത്മാവിന് മോക്ഷം പോലും കിട്ടില്ല. ഒരുപാട് സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തിരിച്ചു വരാം. എന്തായാലും നിങ്ങൾ രണ്ടുപേരും വരുമ്പോൾ പേരക്കുട്ടിയെ രാധികയും കൂടി കൂട്ടിക്കോളൂ. പേരക്കുട്ടികൾ എല്ലാവരും ചടങ്ങിനെ ഒന്നിച്ച് നിൽക്കണമെന്ന് പറയുമ്പോൾ തന്നെ വരുണിന് ചെറിയ താല്പര്യം വന്നു. മോൻ എതിരൊന്നും പറയരുത്. രാധികയും പ്രിയങ്കയും കൂട്ടി മോൻ വരണമെന്ന് പറയുമ്പോൾ സന്തോഷത്തോടെ വരുൺ പറയുന്നു, ആ വരാം മുത്തശ്ശി. അല്ല, ഞാൻ കാരണം മുത്തശ്ശിക്ക് ഒരു മനപ്രയാസം ഉണ്ടാകണ്ട. ഞാൻ എന്തായാലും രണ്ടുപേരെയും കൂട്ടി അങ്ങോട്ടേക്ക് എത്തിയേക്കാമെന്ന് പറയുന്നു. നാളെ രാവിലെ പോകണം. രാധികയോട് ഞാൻ പറഞ്ഞേക്കാമെന്ന് വരുൺ പ്രിയങ്കയോട് പറയുകയും ഫോൺ കൊടുക്കുകയും ചെയ്യുന്നു. അവിടെ നിന്ന് മടങ്ങുമ്പോൾ രാധിക എന്ന പേര് പോലും ചിലപ്പോൾ വരുൺ ഓർക്കില്ല എന്ന് പ്രിയങ്ക വരുൺ പോയതിന് ശേഷം പറയുന്നുണ്ട്. മുത്തശ്ശിയാണെങ്കിൽ ആ താലിയും എടുത്ത് ഇങ്ങനെ നിൽക്കുന്നു. നാളെ ഈ താലി വരുൺ പ്രിയങ്കയുടെ കഴുത്തിൽ കെട്ടും, അവരുടെ യഥാർത്ഥ മാംഗല്യം എന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. തുടർന്ന് ഐശ്വര്യ ഇപ്പോൾ മാലിനിയുടെ അരികിലേക്ക് വന്നിരിക്കുകയാണ്. അമൃതയുമായി നീ സംസാരിച്ചു എന്ന് ചോദിക്കുന്നുണ്ട് ഐശ്വര്യ. സംസാരിച്ചു എന്ന് മാലിനി. ശ്യാമ മേഡത്തിന്റെ മകളുടെ കാര്യമാണ് ചോദിച്ചത്. ഇതുവരെ കുഞ്ഞിനെ കണ്ടെത്താൻ സാധിക്കാത്തത് നിങ്ങളുടെ തോൽവിയല്ലേ എന്ന് പറഞ്ഞു. ഞാൻ പ്രതീക്ഷിച്ചതാണ് അശ്വതി. ശ്യാമയ്ക്ക് എന്തായിരുന്നോ അതിന്റെ ഇരട്ടിയാണ് അമൃത. ഈ പരസ്പരം ജീവൻ കൊടുക്കുന്ന ഒരു ഏർപ്പാടുണ്ടല്ലോ, അത്തരത്തിലൊരു ബന്ധം. നമ്മുടെ നീക്കങ്ങൾ വളരെ ശ്രദ്ധിക്കണം. അശ്വതിയെ പോലെയല്ല. അമൃതയെടുത്ത് ചോദ്യം ചോദിക്കാൻ മിടിക്കുകയാണ്. ചിലപ്പോൾ നമ്മളെ കുടുക്കിക്കളയും. ഇത് കേട്ട് മാലിനി പറയുന്നു, ഞാൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ഒരു സ്റ്റാഫ് എന്ന രീതിയിൽ നിന്നാ പോരെ. മാലിനിയോട് എന്തെങ്കിലും ചോദിച്ചാൽ അത് എന്നോട് ചോദിക്കാൻ പറഞ്ഞാൽ മതി, കേട്ടല്ലോ എന്ന് ഐശ്വര്യ. അമൃതയെടുത്തെ കൂടെ കൊണ്ട് നിർത്തുന്നതിൽ ശ്യാമയ്ക്ക് കൃത്യമായ എന്തെങ്കിലും ഉദ്ദേശം കാണും. അത് എന്താണെന്ന് കണ്ടെത്തണം. കൂടെ നിൽക്കാൻ എത്ര മികച്ചവൾ വന്നാലും ശ്യാമ നമുക്കൊരു കളിപ്പാട്ടം പോലെ ആയിരിക്കണം. ശ്യാമ കീ കൊടുത്താൽ മാത്രം പ്രവർത്തിക്കുന്ന, നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഒരു പെൺകുട്ടി. അത്രയും മാത്രം പോയാൽ മതി എന്ന് ഐശ്വര്യ പറയുമ്പോൾ മാലിനി പറയുന്നു, എന്നിട്ടും ചില കാര്യങ്ങളിൽ ശ്യാമ മേഡത്തിന്റെ ആ നീക്കങ്ങളിൽ നമുക്ക് മനസ്സിലാകുന്നില്ലല്ലോ, പ്രത്യേകിച്ച് മകളുടെ കാര്യത്തിൽ എന്ന് പറയുന്നു. ശരിയാണ്, ആ കാര്യത്തിൽ കൃത്യമായി മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നില്ല. നമ്മളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന കാര്യമായിട്ട് പോലും. പക്ഷേ ദൈവങ്ങൾ കാവലിരുന്നാലും ഒരുപാട് കാലം മറഞ്ഞിരിക്കാൻ സാധിക്കില്ല. അത് എനിക്ക് ഉറപ്പാണ്. ശ്യാമയ്ക്ക് കരയാണ് അനുമതി. ഇതുവരെ അഖിലിന്റെ നഷ്ടം, ഇനി അങ്ങോട്ട് മകളുടെ നഷ്ടവും എന്നും ഐശ്വര്യ പറയുന്നു. ശേഷം കാണിക്കുന്നത് പ്രിയങ്കയും രാധികയും കിച്ചണിൽ നിൽക്കുകയാണ്. രാധിക തന്നെയാണ് പാചകം ചെയ്യുന്നത്. പ്രിയങ്കയാണെങ്കിൽ ഫോണിൽ കുത്തി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പ്രിയങ്കയോട് അവിടെ നിന്ന് ഇച്ചിരി ജീരകം എടുക്കാൻ പറയുമ്പോൾ വേണമെങ്കിൽ എടുത്താൽ മതി, ഞാൻ ഈ അടുക്കളയിൽ കിടന്ന് തീയും പുകയും കൊള്ളേണ്ടവളല്ല എന്ന് പ്രിയങ്ക മറുപടി പറഞ്ഞു. നിന്റെ ഒരു കാര്യമെന്ന് പറഞ്ഞ് അത് രാധിക തന്നെ എടുക്കുന്നുണ്ട്. ഫോണിൽ നോക്കിയിരിക്കുന്ന സമയത്ത് പത്മിനിയും മുത്തശ്ശിയും അതുവഴി വരുന്ന അവരുടെ ശബ്ദം കേൾക്കുകയാണ്. പ്രിയങ്ക പെട്ടെന്ന് തന്നെ ചേച്ചി ഒന്നിങ്ങെടുത്തേ, ഇത് പിടിച്ചെന്ന് പറഞ്ഞ് ഫോൺ രാധികയുടെ കയ്യിൽ കൊടുക്കുകയും പ്രിയങ്ക പാചകം ചെയ്യാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഒന്നും പറയാതെ ഫോണും കൊണ്ട് നിൽക്കുകയാണ് രാധിക. മുത്തശ്ശി അങ്ങോട്ടേക്ക് വന്നപ്പോൾ മുത്തശ്ശിയും പത്മിനിയും അവിടേക്ക് വന്നപ്പോൾ ആ കാഴ്ച കാണുന്നു. എന്താ ഇത്? ഞാൻ കരുതി രാധിക മോളായിരിക്കും പാചകം ചെയ്യുന്നത് എന്ന് പത്മിനി പറയുമ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട്, ചേച്ചിക്ക് അതിന് വീഡിയോ എന്ന് കണ്ടെടുക്കാൻ എവിടെയാ സമയം? എത്ര നേരമായി ഇതിങ്ങനെ കണ്ടിരിക്കാൻ തുടങ്ങിയിട്ട്? ഇത് തന്നെ വീട്ടിൽ വെച്ച് ഫോൺ എടുക്കാൻ മുത്തശ്ശി സമ്മതിക്കാത്തത്. കൈ കിട്ടിയാൽ എല്ലാം മറന്നെങ്കിൽ ഇരുന്നോളും എന്നും പ്രിയങ്ക പറയുന്നു. അത് മുത്തശ്ശി എന്നൊക്കെ രാധിക പറയുമ്പോൾ ഒന്നും പറയണ്ട, അത് കുടുംബത്തിൽ പിറന്ന കുട്ടികൾക്ക് ചേരുന്നതല്ല എന്ന് പ്രിയങ്കയെ കുത്തി തന്നെയാണ് മുത്തശ്ശി പറയുന്നത്. അമ്മ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയെന്ന് പറഞ്ഞ് പത്മിനിക്ക് ഇച്ചിരി കൊടുക്കുകയാണ് പ്രിയങ്ക. മുത്തശ്ശിക്കും കൊടുക്കുന്നു. രണ്ടുപേരും നല്ല അഭിപ്രായം പറയുന്നു. നന്നായിട്ടുണ്ട്, നല്ല കൈപുണ്യം എന്ന് പറയുമ്പോൾ പ്രിയങ്ക സന്തോഷത്തോടെ നിൽക്കുന്നു. മുത്തശ്ശി എന്താ ഒന്നും പറയാത്തതെന്ന് ചോദിക്കുന്നു. ഇതിനേക്കാൾ കേമമായിട്ട് ഈ കറി വെക്കാൻ സാധിക്കില്ല എന്ന് മുത്തശ്ശി പറഞ്ഞു. കേട്ടോ മോളെ, മുത്തശ്ശി ഇങ്ങനെ ഒരു അഭിപ്രായം പറയും എന്ന് വെച്ചാൽ മോള് ജയിച്ചു എന്നാണ് അതിനെ അർത്ഥം എന്ന് പ്രിയങ്ക പറയുന്നു. കറികളൊക്കെ പ്രിയങ്ക വെച്ച് കഴിഞ്ഞില്ലേ, ഇനിയിപ്പോൾ കുട്ടി എന്തിനാ ഇവിടെ നിൽക്കുന്നത്, പൊയ്ക്കോളൂ എന്ന് മുത്തശ്ശി രാധികയോട് പറയുന്നു. അങ്ങനെ രാധിക പോകുന്നു. ഇനി മുതൽ എല്ലാവർക്കും വെച്ച് വിളമ്പണം. അച്ഛൻ പറയുന്നത് പോലെ വയറ് നിറയുമ്പോൾ മനസ്സും നിറയണം, അതല്ലേമേ എന്ന് പ്രിയങ്ക പറയുന്നു. ഇതൊന്നും മുത്തശ്ശിക്ക് അത്രയും അങ്ങോട്ട് ഇഷ്ടമാകുന്നില്ല. രാധികയാണെങ്കിൽ സങ്കടത്തോടെ നിൽക്കുന്നു. മുത്തശ്ശി രാധികയുടെ അരികിലേക്ക് ചെന്നു. മുത്തശ്ശി അത് ഞാൻ എനിക്ക് രാധിക പറയുമ്പോൾ മുത്തശ്ശി പറയുന്നു, ഒന്നും പറയണ്ട, അവിടെ നടന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് ദിവ്യ ദൃഷ്ടി വേണ്ട. അനുജത്തി കേമിയാണ്, പക്ഷേ ഒരു വിചാരമുണ്ട്, ഇരുട്ടുകൊണ്ട് ഓട്ടെ അടയ്ക്കാമെന്നാണ് അവളുടെ വിചാരം. സമയം വരുമ്പോൾ മുത്തശ്ശി തന്നെ ആ തോന്നൽ മാറ്റിക്കൊടുത്തോളാം. നാവിൻ തുമ്പിലെ സത്യങ്ങൾ അറിയാൻ, നാവിൻ തുമ്പിലെ ആ രുചി കണ്ടാൽ അറിയാം അത് നിന്റെ കൈപുണ്യമാണെന്ന് എന്നൊക്കെ പറയുന്നു. ശേഷം കാണിക്കുന്നത് ശ്യാമയും അമൃതയും സംസാരിച്ചു കൊണ്ടുവരുന്നുണ്ട്. ഐശ്വര്യ പുറത്ത് പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു സന്തോഷമായ നിലയിലാണ് അവരുടെ സംസാരം. സത്യത്തിൽ ഇങ്ങോട്ട് വരുമ്പോൾ എനിക്ക് ഇത്തിരി പേടിയായിരുന്നു.
എന്താണെന്ന് വെച്ചാൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന നിന്റെ മുഖം കാണേണ്ടി വരുമല്ലോ എന്നോർത്ത്. പക്ഷേ എനിക്ക് തെറ്റി. ജീവിതത്തിലൂടെ ശ്യാമ വല്ലാണ്ട് പൊരുത്തപ്പെട്ടിരിക്കുന്നു. ഇത് ഞാൻ വല്ലാണ്ട് ആഗ്രഹിച്ച മാറ്റമാണ്. ഇപ്പോഴും മറക്കാൻ പറ്റുന്നില്ല അല്ലേ എന്നൊക്കെ പറയുമ്പോൾ ശ്യാമ പറയുന്നു, ഒരിക്കലുമില്ല, ഇപ്പോൾ കുറെ ഓർക്കാനുണ്ട്, അതാണ് രസം. നിന്റെ കുഞ്ഞിൻ്റെ കാര്യം ഞാൻ മാലിനിയോട് ചോദിച്ചു, എന്തോ ഒഴിഞ്ഞു മാറിയതുപോലെ എന്നെ അമൃത പറയുമ്പോൾ ശ്യാമ പറയുന്നു, അവരൊഴിഞ്ഞു മാറിക്കോട്ടെ എടുത്തി. എൻ്റെ മോളെക്കുറിച്ച് ഇനി ആരും അന്വേഷിക്കേണ്ട. അവൾ എൻ്റെ അടുത്തുണ്ട്. അവൾ എൻ്റെ അടുത്ത് ഇരിക്കാറുണ്ട്. എന്നും എനിക്ക് പാട്ട് പാടി തരാറുണ്ട്. ഞാൻ അവളെ ചേർത്ത് വെക്കാറുണ്ട്, ഉമ്മ വെക്കാറുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അമൃത ചോദിക്കുന്നു, സ്വപ്നത്തിലാണോ എന്ന്. അല്ല, എൻ്റെ മോളെ ഞാൻ കണ്ടെത്തിയെന്ന് ശ്യാമ പറയുന്നു. സന്തോഷത്തോടെ അമൃത നിൽക്കുന്നുണ്ട്. സത്യമാണോ എന്ന് ചോദിക്കുന്നു. സത്യം. അവളുടെ പേര് രാധിക എന്നാണ്. ശരിക്കും കാണാൻ എന്നെ പോലെയാണ്. ഇവിടെ അവിടുത്തെ ശ്രീകൃഷ്ണപുരത്തെ അമ്പലമുണ്ട്. അവിടുത്തെ പൂജാരി ദേവനാരായണൻ തിരുമേനിയുടെ അദ്ദേഹമാണ് അവളെ എടുത്തു വളർത്തുന്നത്. ഇത് കേട്ട് അമൃത പറയുന്നുണ്ട്, ശ്യാമ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഐശ്വര്യം കൂട്ടരും ഇത്രയൊക്കെ ശ്രമിച്ചിട്ടും ശ്യാമയ്ക്ക്. ഇത് കേട്ട് ശ്യാമ പറയുന്നു, അതിനുത്തരം ദൈവം തന്നെയാണ്. പിന്നെ എൻ്റെ കണ്ണുനീരും അത് അഖിൽ സാറിന്റെ ആത്മാവിന്റെ ആഗ്രഹവും ദൈവം നേരിട്ട് കണ്ടു കാണും. അങ്ങനെയാണ് ഞാൻ അവളെ കണ്ടെത്തിയതെന്ന് പറയുന്നു. എന്നിട്ട് മോളെ കൂടെ കൂട്ടാത്തത് എന്താണെന്ന് ചോദിക്കുന്നുണ്ട് അമൃത. അതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഏട്ടത്തി. ഒടുവിൽ ഞാൻ ആഗ്രഹിച്ച സ്വർഗം എൻ്റെ മുന്നിലെത്തിക്കഴിഞ്ഞു. ഇനി നോക്കിക്കോ ശ്യാമയെ, ആർക്കും തോൽപ്പിക്കാൻ സാധിക്കില്ല. കാരണം ഞാൻ എൻ്റെ മകളെ സംരക്ഷിക്കുന്ന ഒരു അമ്മയാണ്. ആ അമ്മയുടെ ചങ്കൂറ്റം ഞാൻ കാണിക്കും എന്ന് ശ്യാമ പറയുന്നുണ്ട്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.